അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പൊ ഇന്ന് ഞങ്ങള് രാവിലെ എണീച്ച് കിടന്നു, പിന്നെ നേരം വൈകി പോയി എണീക്കാൻ. അപ്പൊ ഇന്ന് സ്കൂള് മദ്രസ ഒന്നും ഇല്ലാത്തതിനോട് കുറച്ച് നേരം വൈകിട്ടാണ് എണീച്ചത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കാം ഗൈസ്. ചായ ഉണ്ടാക്കാൻ പോവാം. അപ്പൊ ഗൈസ് നമുക്ക് ചായ ഉണ്ടാക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞാല് സ്കൂളും മദ്രസൊക്കെ ഒഴിവായതിനോടല്ലേ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. രാവിലെ എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ എണീച്ച് വരലുണ്ട്. അപ്പൊ ഇന്ന് സ്കൂൾ ഒഴിവായതിനോട് പിന്നെ കുറച്ചു നേരം അവിടെ കിടന്ന് കാണട്ടോ. അപ്പൊ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ലേറ്റ് ആയിട്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. കൈ വേദനാകുമ്പോ ഇത് നമ്മൾ ദോശ കേട്ടോ ഉണ്ടാക്കിയത്. അപ്പൊ ചായ കുടിക്കണം. അപ്പൊ എല്ലാരും ചായ കൂടി കഴിഞ്ഞിട്ടോ. ഹസ്ബൻഡ് ചായ കുടിച്ച് പോയി. അപ്പൊ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കില്ല. അപ്പൊ ഈ ദോശ ആയതിനോട് തന്നെ കറിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ തേങ്ങയൊക്കെ ഉണ്ടാക്കുന്നത് അതിനോട് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ചൂടോടെ കഴിക്കണം, എന്നാല് അതിനെക്കാട്ടും ടേസ്റ്റ് കൂടും. ഇതിപ്പോ തണുത്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കാണാം. അപ്പൊ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. അപ്പൊ നമുക്ക് കഴുകി വെക്കട്ടോ. ക്ലീൻ ചെയ്യുന്നതിനോട് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇന്ന് തുടക്കലുണ്ട്. അപ്പൊ അങ്ങനത്തെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വത്തൽമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി വെക്കി പൊരിക്കുക എന്തോന്ന് ചെയ്യണം. വേറെ എന്തെങ്കിലും കറി വെക്കാനുണ്ടെങ്കിൽ വെക്കണം, അല്ലെങ്കിൽ ഇത് പൊരിക്കണം. അപ്പോൾ തൊടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷ് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫിഷ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കറി വെക്കാൻ വേണ്ടിയിട്ട് മത്തൻ കിട്ടിയിട്ടുണ്ട്. മത്തൻ കറി വെക്കാം, മീൻ പൊരിക്കുകയും ചെയ്യാം. ആദ്യം നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കണം.
ഗൈസ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഫിഷ് മസാല കൂട്ടാം. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇടലുണ്ട് കേട്ടോ, കുറച്ചായിട്ടിടലും. പിന്നെ കുറച്ച് പെരുംജീരകം പൊടിച്ചത്, ഇനി കുറച്ച് ഉപ്പ് ഇട്ടെടുക്കട്ടെ. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടോ ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് മുളക് പൊടീൻ്റെ കുറവുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ഇത്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ മത്തനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇത് വലിയ പീസായിട്ടോ ഞാൻ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ ഇത് വേഗം വേവുമല്ലോ, വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിലേ ഇനി സപ്പോർട്ട് ചെയ്യണം, ലൈക്കൊക്കെ കൊടുക്കട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. എന്താ ഏത് ടൈപ്പ് വീഡിയോസാണ് അങ്ങനെ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാണാൻ. അപ്പം നമുക്ക് കമൻറ്റ് ചെയ്താൽ നമ്മൾ ആ കണ്ടന്റ് ചെയ്യട്ടോ, ഏത് ടൈപ്പ് വീഡിയോസാണെന്നുള്ളത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇന്ന് മഴ കേട്ടോ, ഇത് കർക്കിട മാസം ആയതുകൊണ്ട് ഇന്ന് മഴ ചോർന്നില്ല, നല്ല മഴയാണ്. ഇങ്ങനെ മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തോണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ കഷ്ണാക്കിയിട്ട് മത്തനും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് പയറ് എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉപ്പേരി വെക്കാൻ പയറ് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. നമ്മൾ വേഗം ഫിഷൊക്കെ പൊരിച്ച് നമുക്ക് ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോകണ്ട കേട്ടോ, മോനെ കൊണ്ട്. അപ്പോൾ എന്താ വേഗം തിരക്കൂട്ടി ഉണ്ടാക്കും കേട്ടോ. ഇനി നമുക്ക് ഫുഡൊക്കെ ആയിട്ട് കാണാൻ കഴിയും. ഗൈസോടെ ഒരാള് തിരക്കിട്ട് ഫുഡ് കഴിക്കാട്ടോ, തിരക്കിട്ട് ഫുഡ് കഴിക്കണ്ടിട്ട ഗൈസ്. എന്തൊക്കെയുള്ള ഫുഡിന്? നല്ല പയറുപ്പേരി ഉണ്ട്, നല്ല ബത്തല് പൊരിച്ചതാ, അടിപൊളി ബത്തല് പൊരിച്ചത്, നല്ല തൈര്, നല്ല മത്തൻ്റെ കറി. അപ്പോൾ ഇവിടെ മുറ്റത്തുള്ള ചിക്കു എന്താ പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാട്ടോ, പറിക്കാൻ പോവാണ്. അപ്പൊ അവള് കുറച്ച് ചിക്കൊക്കെ പറിച്ച് എന്താ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് അടിക്കട്ടെ. ഇതിപ്പോ ഒക്കെ ക്ലീൻ ചെയ്ത് ഇതിലേക്ക് മിക്സിന്റെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ചിക്കു.
അപ്പൊ മോളെ സ്കൂളില് നാളെ എന്താ റെഡ് ഡേ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെന്താ സ്റ്റാർ അല്ലേ ഉണ്ടാക്കണേ. അപ്പൊ ഇവിടെ അനിയത്തി ഉണ്ട്. അപ്പൊ ഓള് ഭയങ്കര കലാകാരി കേട്ടോ. അത്രക്കൊന്നും ഇല്ലെങ്കിലും അപ്പൊ ഓള് ചെറുതായിട്ടൊരു സ്റ്റാർ ഉണ്ടാക്കിയാ പറഞ്ഞു. അപ്പൊ നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഞങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.